ഇൻസ്റ്റഗ്രാമിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും എപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പൂച്ച സാർ. അതെ അതെ. എന്നാൽ ഈ പൂച്ച സാറിന് നമ്മൾ ആരും കാണാത്ത മറ്റൊരു മുഖം കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇറച്ചി കഷ്ണം കിട്ടുന്നു. പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവരുടെ സോ കോൾഡ് സനാതന ധർമ്മത്തെ അപമാനിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണിത്. എന്നാലും ആരായിരിക്കും അത് ചെയ്തത്? ഒരു ഡൗട്ടും വേണ്ട, മുസ്ലിമുകൾ തന്നെ. സമരമായി, ട്വീറ്റ്സായി, ജിഹാദായി, ഒരു ചെറിയ ഒരു വർഗീയ കലാപത്തിന്റെ ലെവലിലേക്ക് വരെ എത്തി. അതിനെ ചൂടുകൂട്ടാൻ കുറെ സനാതനി ട്വിറ്റർ അക്കൗണ്ട്സ്. അവസാനം എന്ത് ചെയ്തു? പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ഒടുവിൽ അവർക്ക് പ്രതിയെ കിട്ടി. പക്ഷെ എന്ത് ചെയ്യാൻ? പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രതി ഒരു പൂച്ചയായിരുന്നു. CCTV വിഷ്വൽസ് അവർ നോക്കിയപ്പോൾ പൂച്ച ഒരു ഇറച്ചി കഷ്ണം എടുത്ത് അമ്പലത്തിനുള്ളിലേക്ക് പോകുന്നത് അതിൽ വ്യക്തമായി കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇത് ആദ്യം ചെന്ന് വീഴുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ തലയിലാണ്, അല്ല അങ്ങോട്ടേക്ക് ഇടുകയാണ്. പൂച്ച സാറ് കാരണം ഒരു വർഗീയ ലഹള വരെ ഉണ്ടായാന്. ഇനി എന്റെ സംശയം ഇതല്ല, ഇനി ഇത് പൂച്ച ജിഹാദാണെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ വീണ്ടും അവിടെ തന്നെ ഇരിക്കുമോ എന്നാണ്. വേറൊരു സംഭവം, പൂച്ചയുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. പൂച്ചയുടെ പേര് ഹംസയെന്നോ ഷുക്കൂറെന്നോ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ജിഹാദ് തന്നെ.